ആമേൻ. സ്തോത്രം. ഇന്നത്തെ ചിന്താ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം മത്തായി 26:41. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. യേശുവിന്റെ സ്തോത്രം. ഇന്നത്തെ കർത്താവെ തിരുവചനം പറയുവാൻ അടിയുടെ നാവിനോട് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്ന കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. സമാധാനമില്ലാത്ത സമാധാനം കൊടുക്കണമേ. രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണമേ. ഉപജന മാർഗമില്ലാത്തവർക്ക് ഉപജന മാർഗം കൊടുക്കണമേ. പരിശുദ്ധാത്മ കൃപ നാവിനോട് ക്രിയ ചെയ്യുമാറാക്കണമേ. സകലവും കർത്താവിൻ്റെ കരം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം കേൾക്കണം. സകലവും മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പരീക്ഷയിൽ ഹല്ലേലൂയ സ്തോത്രം. അത് പ്രതികൂലങ്ങളിലെ ശത്രുവിന്റെ കരങ്ങളിൽ പെട്ടുപോകാതിരിപ്പാൻ, നമ്മൾ ചെയ്യുന്ന കാര്യാദികൾ വിജയം നേടുവാൻ ഹല്ലേലൂയ സ്തോത്രം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രേ. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം. ആയതിനാൽ ഈ പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ശത്രുവിന്റെ കരങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ, ആമേൻ. ദൈവത്തിന് ജഡമോ ബലഹീനം, ആത്മാവോ ഒരുക്കമുള്ളത്. ഈ ആത്മാവ് എന്ന് പറയുന്നത് കർത്താവിന്റെ ആത്മാവാ. അത് വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചാലേ ഹല്ലേലൂയ ആ ആത്മാവ് നമ്മളിൽ വരികയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപ ആത്മാവ് പ്രാപിക്കേണ്ടത് അത്യാവശ്യം ആകുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4:24 എടുക്കുമ്പോൾ ദൈവം ആത്മാവാക്കുന്നു, അവനെ നമസ്കരിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രിയപ്പെട്ട, വചനം വിട്ട് അങ്ങോട്ടോ മാറാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് ഈ വചനത്തിൽ എല്ലായിടവും ഉണ്ട്. ഈ വചനം വിട്ട് അങ്ങോട്ടോ മാറാൻ പാടില്ല. ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 4:14 എടുക്കുമ്പോൾ ആ 14ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനെ ഒരു നാളും ദാഹിക്കയില്ല. അത് നിത്യത്തിലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. ഈ നീരുറവ എന്ന് പറയുമ്പോൾ പലരും അത് ഹല്ലേലൂയ സ്തോത്രം കുടിക്കുന്ന ഒരു ക്രമമാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് ആയിത്തീരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കണം. ഈ ഞാൻ കൊടുക്കുന്ന വെള്ളം എങ്ങനെയാ നിത്യത്തിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയായി തീരും എന്ന് പറഞ്ഞത്, ക്രൂശിന്റെ കർത്താവ് എനിക്ക് വേണ്ടിയാ ക്രൂശിക്കപ്പെട്ടത്, എനിക്ക് വേണ്ടിയാ തന്റെ ശരീരം തകർക്കപ്പെട്ടത്, എനിക്ക് വേണ്ടിയാ 39 ദണ്ഡനങ്ങളാൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരു മാംസപിണ്ഡം പോലെ ആയത് എനിക്ക് വേണ്ടിയാ ഹല്ലേലൂയ തകർക്കപ്പെട്ടത്. എനിക്ക് ഈ ഒരു മാംസപിണ്ഡം പോലെ ആയപ്പോൾ തന്റെ രക്തത്താൽ തന്നെ കർത്താവ് സ്നാനപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഇത് വിശ്വാസത്താൽ നമ്മൾ എടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി ആകുന്നു കർത്താവ് രക്തത്തെ സ്നാനപ്പെട്ടത്, എനിക്ക് വേണ്ടി ആകുന്നു കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഈ ക്രൂശിക്കപ്പെട്ടത്, എനിക്ക് മാംസപിണ്ഡം പോലെ ആയത് ഹല്ലേലൂയ, എനിക്ക് വേണ്ടി രക്തത്തെ സ്നാനപ്പെട്ടത് അത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ ആത്മാവ്, ആ ദൈവത്തിൽ ക്രൂശിന്റെ സാക്ഷ്യത്തിന് ആത്മാവ് വെള്ളം പോലെ എനിക്ക് കുടിക്കുവാൻ കഴിയും. വെള്ളം പോലെ കുടിക്കുവാൻ, അത് ഞാൻ കൊടുക്കുന്ന വെള്ളം
നിത്യതയിലേക്ക് പൊങ്ങി വരുന്ന നീറുറവയായി തീരും. ക്രൂശിൽ നിന്നാണ് ഈ ജീവൻ നമുക്ക് കർത്താവ് നൽകിയത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവന്റെ കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശരീരത്തിൽ ദൈവഹിതത്തിന് വിപരീതമായി ചലിക്കാൻ പാടില്ല എന്നുള്ള ക്രമത്താൽ ആ കർത്താവിന്റെ ആത്മാവിൽ കീഴ്പ്പെടുന്ന ക്രമങ്ങൾ കൈകാലുകളായി തീരും. അത് ഒരു വെള്ളം കുടിക്കുന്ന, അവന്റെ ആത്മാവാക്കുന്ന വെള്ളം കുടിക്കുന്ന ക്രമമായി തീരും. ദൈവത്തിന് അടുത്ത് അവന്റെ തലയിൽ മുൾമുടി ചൂടിയപ്പോൾ കണ്ണുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്ത എല്ലാ പാപങ്ങളും ക്രൂശിൽ കർത്താവ് വഹിച്ചു വിശ്വസിക്കുമ്പോൾ അവൻ തരുന്ന വെള്ളം, ആത്മാവാക്കുന്ന വെള്ളം എൻ്റെ തലയിലും ബുദ്ധിമണ്ഡലങ്ങളിലും എല്ലാവരും വ്യാപരിക്കും. അടുത്ത് കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടപ്പോൾ എൻ്റെ കൈകാലുകളെല്ലാം ആർക്ക് വേണ്ടി കൊടുക്കപ്പെട്ടു കഴിഞ്ഞു? കർത്താവിന് വേണ്ടി കൊടുക്കപ്പെട്ടു. അങ്ങനെ ഞാൻ കൊടുക്കുന്ന, കർത്താവ് തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഈ ക്രൂശ് വഴിയാണ് ഈ വെള്ളമാക്കുന്ന ആത്മാവ് ഞാൻ കുടിക്കുന്നത്. ഒറ്റയടിക്ക് വരുന്ന ഒരു വീണ്ടും ജനനമല്ല, അത് ക്രമമായി തന്നെ അത് വരികയില്ല. അത് ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യയിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. അതായത് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്ന ആത്മാവിനെ സത്യത്തിൽ നമസ്കരിക്കും. ഈ ആത്മാവ് ഞാൻ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ദൈവത്തിന്. അങ്ങനെ ഞാൻ ക്രൂശിന്റെ സാക്ഷ്യത്തിന് വരുന്ന ക്രൂശിൽ എനിക്കുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാ ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യതയിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാക്കി. നീ പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് ഈ വെള്ളം ക്രൂശിൽ എനിക്ക് ചെയ്ത ആ ക്രമങ്ങള്, ഹല്ലേലൂയ, സ്തോത്രം, അതിന് നിഗൂഢ രഹസ്യം കിടക്കുന്നത് യെശയ്യാവ് 66:1-2 വാക്യങ്ങള്. ഹല്ലേലൂയ, സ്തോത്രം. അത് യെശയ്യാവ് 66:1-2 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെ ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അരിഷ്ടനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനും, ഹല്ലേലൂയ, സ്തോത്രം. അരിഷ്ടനും എങ്കിൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അതായത് ക്രൂശിൽ കർത്താവ് ഈ ചെയ്ത കാര്യാദികളെല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർത്ത് മനസ്സ് തകരണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നു. അപ്പൊ എനിക്ക് വേണ്ടിയാണ് ഇത് ഈ ക്രൂശിക്കപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണ് തൻ്റെ ശരീരം ഒരു മാംസപിണ്ഡം പോലെ ആയത്, എനിക്ക് വേണ്ടി രക്തത്താൽ സ്നാനപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണ് തലയിൽ മുൾമുടി ചൂടപ്പെട്ടത്, എനിക്ക് വേണ്ടി ആകുന്നു കൈകാലുകൾ ക്രൂശിക്കും, എനിക്ക് വേണ്ടിയാണ് ഹൃദയം കുത്തി പിളർക്കപ്പെട്ടത്, അവിടെ നിന്ന് വന്ന രക്തവും വെള്ളവും എനിക്ക് വേണ്ടി ആകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആത്മാവാക്കുന്ന, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ നമസ്കരിക്കും. ഒപ്പം അതുപോലെ തന്നെ ഈ ക്രൂശിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് വഴി അവൻ ത്യാഗം ഏറ്റത് എനിക്ക് വേണ്ടി ആണു എന്ന്, ക്രൂശിലേറ്റ എല്ലാ കഷ്ടപ്പാട് എനിക്ക് വേണ്ടി ആണു എന്നുള്ള, അവന്റെ കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടത്, അതുപോലെ തലയിൽ മുൾമുടി ചൂടപ്പെട്ടത്, തൻ്റെ ദേഹത്ത് കൊണ്ട ആ 39 എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് മനസ്സ് തകരണം. അപ്പം ഈ പിശാചിന്റെ സാന്നിധ്യം ആരിലുണ്ട്? ജഡപ്രകാരമുള്ള മനുഷ്യരിൽ ഉണ്ട്. അപ്പൊ ഈ മനസ്സ്, ഹൃദയം നുറുങ്ങുകയും മനസ്സ് തകരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മളിൽ കർത്താവിന് പ്രസാദമുള്ളതാക്കി.
അപ്പോഴും പ്രസാദമുള്ളതുമായി തീർന്നത് എങ്ങനെയാ? ഇത് എനിക്ക് വേണ്ടി ഒരു അമ്മ പ്രസവിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വേദനയെ കാട്ടിലും അപ്പുറമായി തന്റെ ശരീരം എനിക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണ് തന്റെ കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണ് തലയിൽ മുൾമുടി ചൂടപ്പെട്ടത്, എനിക്കൊരു 39 ദണ്ഡനങ്ങളാൽ തന്റെ ശരീരം തകർക്കപ്പെട്ടത്, എനിക്കൊരു മാംസമുണ്ട്, എനിക്ക് വേണ്ടി രക്തത്തെ സ്നാനപ്പെട്ടത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഹൃദയം നുറുങ്ങണം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയാണ്. ഒരു അമ്മ പ്രസവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയെ കാട്ടിലും അപ്പുറമായി കർത്താവ് എനിക്ക് വേണ്ടി വീണ്ടും ജനനം തരുവാൻ വേണ്ടി ക്രൂശിലെല്ലാം വഹിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് കൊണ്ട് ഹൃദയം നുറുക്കപ്പെട്ട അവസ്ഥയിലായി തീർന്ന് മനസ്സ് തകരുമ്പോഴാ ഈ കർത്താവിന്റെ ആത്മാവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഇങ്ങനെ കർത്താവ് ക്രൂശിക്കപ്പെട്ട എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ കേട്ടും കൊണ്ട് പോയാൽ ആ കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വരികയില്ല, പ്രാപിക്കാൻ പറ്റുക. ഹൃദയം നുറുങ്ങിയവർക്ക് ഇത് എനിക്ക് വേണ്ടിയാണ് തന്റെ ശരീരം തകർക്കപ്പെട്ടത്, എനിക്ക് വേണ്ടി 39 ദണ്ഡനങ്ങളാൽ ശരീരം തകർക്കപ്പെട്ടത്, എനിക്ക് വേണ്ടി ശരീരം 39 ദണ്ഡനങ്ങളാൽ മാംസപിണ്ഡം പോലെ എനിക്ക് വേണ്ടി രക്തത്തെ സ്നാനപ്പെട്ടത്, എനിക്ക് കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് തല മുൾമുടി ചൂടിയത്, എനിക്ക് വേണ്ടിയാകുന്ന ഈ കഷ്ടങ്ങൾ ഏറ്റെടുത്തതെന്ന് ഹൃദയം നുറുങ്ങുകയും മനസ്സ് തകരുമ്പോഴും കർത്താവിന്റെ ആത്മാവ് എന്നിലേക്ക് വരും. അപ്പൊ എല്ലാ കാര്യാദികളും ചെയ്തതും എനിക്ക് വേണ്ടി ആണെന്നുള്ള ഒരു ഹൃദയം നുറുക്കും മനസ്സ് തകരുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആത്മാവ് ഉൾക്കൊള്ളാനുള്ള ക്രമം വഴി എന്നിൽ തുറന്നു കഴിഞ്ഞു. അപ്പൊ എന്റെ ഹൃദയം എന്റെ മനസ്സ് തകരുമെന്ന് പറഞ്ഞാൽ ഹൃദയാഘാതങ്ങളൊന്നും വരികയില്ല, ഒരു രോഗങ്ങളും വന്ന് പിടിക്കയില്ല. കർത്താവ് എനിക്ക് വേണ്ടിയാണ് ഹൃദയം നുറുക്കപ്പെട്ടത്, എനിക്ക് വേണ്ടി തന്റെ ശരീരം മാംസപിണ്ഡം പോലെ ആയത് എന്നുള്ള ക്രമത്തിൽ ആയി തീരുന്നത് കൊണ്ട് എനിക്ക് ഒരമ്മ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അപ്പുറമായ വേദന 100% അത് കഴിഞ്ഞ വേദന തന്റെ ശരീരത്തിൽ വഹിച്ചു എന്ന് ഹൃദയം നുറുങ്ങുമ്പോൾ, അങ്ങനെ മനസ്സ് തകരുമ്പോൾ സ്തോത്രം, കർത്താവിന്റെ കൃപ എന്നിൽ വരും. ഞാൻ മനസ്സ് തകർന്നെന്ന് പറഞ്ഞ് ഹൃദയ സംബന്ധ അസ്വസ്ഥതകൾ ഒന്നും വരികയില്ല. ഹല്ലേലൂയ. കാരണം കർത്താവില ഞാൻ തകരുന്നത്. അങ്ങനെ തകരുമ്പോൾ മനസ്സ് കർത്താവിന്റെ ആത്മാവ് എന്നിലേക്ക് വരും. ആശ്വാസങ്ങളായി സമാധാനമായി അവന്റെ ആത്മാവ് എന്നിലേക്ക് വരും. അപ്പോഴും വീണ്ടും ജനനം ഞാൻ കർത്താവിൽ ആയിത്തീർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വീണ്ടും ജനനം ക്രൂശിലാണ് നടന്നു കഴിഞ്ഞത്. വേറെ ഒരു മാർഗവും ദൈവത്തിന് സ്തോത്രം ഞാൻ കാണുന്നില്ല. അവൻ അത് വിശ്വാസത്തിലാണ്. അവന്റെ ശരീരം ഒരു മാംസപിണ്ഡം പോലെ ആയപ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ അങ്ങനെ രക്തത്തെ സ്നാനപ്പെട്ടപ്പോൾ സ്തോത്രം, കൈകാലുകൾ ക്രൂശിക്കപ്പെട്ടപ്പോൾ സ്തോത്രം, ഒരു അമ്മ പ്രസവിക്കുന്നതിനെ കാട്ടിലും 100 മടങ്ങ് വേദനകൾ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഇത് എനിക്ക് വേണ്ടി ആകുന്നു എന്ന് വിശ്വസിച്ച് കൊണ്ട് ഹൃദയം കർത്താവിലേക്ക് നുറുക്കപ്പെട്ട് കർത്താവിലേക്ക് എന്നെ വിളിക്കുമ്പോൾ, നമ്മളെ വിളിക്കുമ്പോൾ മനസ്സ് തകരുമ്പോഴാ അവൻ വരുന്നത്. അങ്ങനെയാകുന്ന സ്തോത്രം. ഈ എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടത, അതായത് കുഞ്ഞുങ്ങൾ കൊച്ചിലെ സ്തോത്രം മൂക്കള ഒലിച്ചിറങ്ങും പോലെ ഈ കർത്താവിന് വേണ്ടി എനിക്ക് വേണ്ടി ചെയ്തതെന്നുള്ള കരച്ചിൽ വരുമ്പോൾ
ഒരു അരിഷ്ടത വരും. അവർക്കെല്ലാം കണ്ണുനീർക്ക് വെളിച്ചം കൊണ്ട് നിൽക്കുമ്പോൾ, മനസ്സ് തകർന്ന ഒരു ക്രമം ആയിത്തീരുമ്പോൾ, വചനത്തിൽ വിറയ്ക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന് നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരും. അങ്ങനെയാക്കുന്ന ഞാൻ കൊടുക്കുന്ന വെള്ളം അത് കുടിക്കുന്ന നിത്യതയിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. ഈ നീരുറവയ നിത്യത്തിൽ പോയി നീരുറവ എന്ന് പറയുമ്പോൾ മറ്റുള്ള പലർക്കും ഈ നീരുറവ കർത്താവ് നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ക്രൂശിക്കപ്പെട്ട് എന്ന് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് പകർന്ന് സംസാരിക്കുമ്പോൾ ഈ നീരുറവയിൽ നിന്നും കർത്താവ് തരുന്ന ഈ നീരുറവയിൽ നിന്നും അവരും ഭക്ഷിക്കും, അവരും കുടിക്കും, അവരും അങ്ങനെ നിത്യതയിലേക്ക് ആയിത്തീരും. ഈ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണെന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ നിത്യത അവരും കണ്ടെത്തും. അല്ലാതെ പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ക്രൂശിലായി എനിക്കുള്ളത് നമുക്കുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ, അവൻ ഏറ്റ പീഡകൾ എനിക്ക് വേണ്ടി എന്ന് ഓർക്കുമ്പോൾ, ഹൃദയം നുറുങ്ങുമ്പോൾ, മനസ്സ് തകരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിൽ കർത്താവ് വരും. അവന് പ്രസാദകരമായി തീരും, അവനോട് കൂടി വാസം ചെയ്യുന്നതായി. ഈ തിരുവചനത്തിൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന കർത്താവെ കേട്ടവർക്കെല്ലാം ആശ്വാസകരമായി തീരാൻ സഹായിക്കണം. രോഗികൾക്ക് വിടുതലുണ്ടാക്കുവാൻ കൃപാപകരണമേ. ഒപ്പം അതുപോലെ തന്നെ കർത്താവെ ഉപജനമാർഗമില്ലാതെ ഉപജനമാർഗങ്ങൾ കൊടുക്കണമേ. എല്ലാ കാര്യാദികളിലും കർത്താവിൻ്റെ വൻ കൃപ കൊണ്ട് പൊതിമാതാകണമേ. കേട്ടവർക്കെല്ലാം ആശ്വാസം കൊടുക്കണമേ. സകലം കർത്താവിൻ്റെ കരം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം കേൾക്കുന്ന സകല മാനവ മഹത്വം കർത്താവിന് തന്നെ.